ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. കരയിലെ തിരച്ചിൽ ഇന്ന് അവസാനിക്കുമെന്നാണ് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറയുന്നത്. സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നിന്ന് ഒന്നും ലഭിച്ചിട്ടില്ല. നാളെ മുതൽ പുഴയിൽ സജീവമായി തിരച്ചിൽ നടത്തുമെന്നും MLA അറിയിച്ചു. അതേസമയം രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ മലയാളികളെ സ്ഥലത്ത് നിന്ന് പുറത്താക്കിയെന്ന് ലോറി ഉടമ മനാഫ് പരാതിപ്പെട്ടു. രഞ്ജിത്തിന് മോന്തക്കൊരു അടിയൊക്കെ കിട്ടിക്കണെന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട്. അടി തുടങ്ങിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഉണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഓഫീസറോട് പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പോയിക്കോളാം, ഇതിന് വേണ്ടിയിട്ട് സമ്മതം വാങ്ങാൻ വേണ്ടി ഞാൻ പോയിക്കോളാം, ഇവരെ എല്ലാവരും പുറത്താക്കരുത്. അപ്പോൾ അരമണിക്കൂർ ഇവർക്ക് അവിടെ ഇപ്പം നിൽക്കാനുള്ള പെർമിഷൻ അയക്കുന്നു. അതെ, അല്ല, രക്ഷാപ്രവർത്തനം നമ്മൾ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം. മൊത്തം മലയാളികളല്ലേ. അതെ, നമ്മൾ പാടില്ല അവിടെ. അപ്പൊ ഇനി അഥവാ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവന് ഭീഷണി ഉണ്ട്, ഇത് എപ്പോഴും ഇടിയുന്നാ പറയണത്. AO സൈറ്റ് ഇത് തന്നെ പറയണത്, ഇതുവരെ ഇടിഞ്ഞില്ല. ഷിരൂരിൽ നിന്ന് KJ ശ്രീജിത്ത്, അർജുൻ്റെ വീട്ടിൽ നിന്ന് ഗൂഗിൾ K വേണുഗോപാൽ എന്നിവർ ചേരും. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഈ കരയിലെ ഉള്ള തെരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമുണ്ടെന്ന് MLA സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് അവസ്ഥ അവിടുത്തെ? തീർച്ചയായും അനു, കൃത്യം 6 മണിയോടെ തന്നെ ഇത്തരത്തിൽ ഈ കരയിലെ തിരച്ചിൽ പൂർത്തിയാവും. കാരണം ഇന്ന് 10 മണിയോടെ ഈ പ്രദേശത്ത് കരയിൽ സമീപത്തൊരു റഡാർ സിഗ്നൽ ലഭിച്ചിരുന്നു. ആ സ്ഥലത്തെ മണ്ണ് പൂർണ്ണമായും 70% മാറ്റിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ കരയിലെ തിരച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിക്കും. അതിനുശേഷമായിരിക്കും ഇതിന് ഓപ്പോസിറ്റായി റോഡിന് സമീപത്തായി ഒരു ചായക്കടയുണ്ടായിരുന്നു. അവിടെ ഒരു മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. ആ മൺകൂന കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഈ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. കാരണം സൈന്യം രാവിലെ തന്നെ അറിയിച്ചിരുന്നായിരുന്നു, ഈ സിഗ്നൽ ലഭിച്ച GPS ലഭിച്ച പ്രദേശത്തെ ഈ മണ്ണ് പൂർണ്ണമായി മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഈ പ്രദേശത്തെ 90% മണ്ണും നീക്കം ചെയ്തു. ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ പ്രതീക്ഷകൾ അവസാനിക്കുകയാണ്. അതിന് സമീപത്തെ ഈ ചായക്കട, ഒരു തട്ടുകട കേന്ദ്രീകരിച്ച് ഒരു കുന്ന് രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് ഇനി കൂടുതൽ പരിശോധന നടത്തുന്ന സൈനികർ. അതിനോടൊപ്പം തന്നെ എനിക്ക് പുറകിൽ കാണുന്ന നദിയുണ്ട്. ആ നദിയിലും ഇത്തരത്തിൽ ഒരു മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ നാവികസേന അംഗങ്ങളാണ്, മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരാണ് പരിശോധന നടത്തുന്നവർ. അവരും വളരെ ശക്തമായി തന്നെ പരിശോധന നടത്തുന്നു. പക്ഷേ ഇതിനിടയിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവമുണ്ടായത്, മലയാളി സംഘം 3 ദിവസമായി ആ പ്രദേശത്ത് ഇത്തരത്തിൽ തിരച്ചിൽ നടത്തുന്ന ആ സംഘത്തെ അവിടെ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. നിലവിൽ രഞ്ജിത്തും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തും മാത്രമാണ് അവിടെ ഉള്ളത്. ബാക്കി മുഴുവൻ മലയാളി സംഘ അംഗങ്ങളെയും പുറത്താക്കിയിരുന്നു. അവരെല്ലാം ഇന്നലെ പൂർണ്ണമായി തന്നെ രാവിലെ മുതൽ രാത്രി വരെ അവിടെ ആ സ്ഥലത്ത് നിന്നും പ്രവർത്തനം നടത്തിയവരായിരുന്നു, രക്ഷാദൗത്യത്തിന്റെ ഭാഗമായവരായിരുന്നു. ഈ സൈനികരോടൊപ്പം തന്നെ അവർ ഇന്നലെയും വൈകുന്നേരം ഉണ്ടായിരുന്നു, ഇന്നുണ്ടായിരുന്നു. പക്ഷേ അല്പം ഉച്ചയോടെ തന്നെ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുന്നു, അവരെ പുറത്താകുന്നു. പക്ഷേ ആ സമയം അതിനുശേഷം കോഴിക്കോട് നിന്നുള്ള MP ഈ പ്രദേശത്ത് എത്തിയിരുന്നു. അദ്ദേഹത്തോട് നാം ചോദിച്ചിരുന്നു, ഇങ്ങനൊരു സംഭവമുണ്ടല്ലോ. പക്ഷേ അദ്ദേഹം ഇത് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതൊന്നും പ്രശ്നമല്ലെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ മലയാളികൾ തിരിച്ച് അങ്ങോട്ട് പ്രവേശിപ്പിച്ചിട്ടില്ല. എന്തായാലും പല കാര്യങ്ങളും കർണാടക സർക്കാർ ഒളിച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടക്കം വീഴ്ചയാണെങ്കിൽ ഇപ്പോൾ ഒളിച്ചു വയ്ക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ശരി ശ്രീജിത്ത്.